36-ാം സങ്കീർത്തനമാണ്. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. മുൻകാലങ്ങളിൽ വായിക്കാനും ധ്യാനിക്കാനും ഇതിലെ പല ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനും കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. ചരിത്രപരമായിരിക്കുന്ന ഭാഗം ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ട്. 1 ശമൂവേൽ 23-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. ദാവീദ് ദീർഘനാളുകളായി ശൗലിനെ പേടിച്ച് വിവിധ സ്ഥലങ്ങളിലൂടെ മാറി മാറി താമസിച്ച് പോകുന്ന സന്ദർഭങ്ങളിൽ എഴുതിയ പല സങ്കീർത്തനങ്ങളുള്ളതിൽ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. തൻ്റെ മരുഭൂമി പ്രയാണത്തോടുള്ള ബന്ധത്തിൽ, ദാവീദിന്റെ മരുഭൂമി പ്രയാണത്തോടുള്ള ബന്ധത്തിൽ ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോഴുണ്ട് താൻ പോയി താമസിച്ച പല സ്ഥലങ്ങളുണ്ട്. അദുല്ലാം ഗുഹയുണ്ട്, കെയില എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, മറ്റിതര സ്ഥലങ്ങളെ കുറിച്ചെല്ലാം ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം അന്നത്തെ കാലത്ത് ദാവീദിന് ഒളിച്ചു പാർക്കാൻ കഴിയുന്ന ഒളിത്താവളങ്ങളായിരുന്നു. 36-ാം സങ്കീർത്തനത്തിലെ ചരിത്രപരമായിരിക്കുന്ന ഭാഗത്ത് വന്നിരിക്കുന്നത് കെയില എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒറ്റുകാരായിരിക്കുന്ന ആളുകൾ ശൗലിന് അത് ഒറ്റുകൊടുത്തു. ദാവീദ് അതറിഞ്ഞില്ല എന്നാണ് ശൗൽ വിചാരിച്ചത്. ശൗലിന്റെ ഹൃദയത്തിലൂടെ പോയ ചിന്ത, കെയില എന്ന് പറയുന്ന സ്ഥലക്കാര് ദാവീദിന് സംരക്ഷണം കൊടുത്തതുകൊണ്ട് ദാവീദിനെ മാത്രമല്ല ആ പട്ടണത്തെ, ആ പ്രദേശത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം. അത്രയും ക്രൂരമായ ഒരു സ്വഭാവത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ ദാവീദിന് സംരക്ഷണം അവർ കൊടുത്തതുകൊണ്ടാണല്ലോ. അപ്പൊ ദാവീദിനെ തിരഞ്ഞുപിടിച്ച് കൊന്നുകളയുക എന്നുള്ളതല്ല, ദാവീദിനെയും ആ പട്ടണക്കാരെ മുഴുവനും നിർമൂലമാക്കണമെന്നുള്ള ഭയങ്കരമായ ഒരു അഹങ്കാര ദുഷ്ടചിന്താഗതിയോടുകൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിന്റെ ഹൃദയത്തിൽ, ശൗൽ ഹൃദയത്തിൽ ദുഷ്ടത ചിന്തിക്കുകയാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ശൗലിന്റെ ഈ ചിന്ത, കെയില എന്ന് പറയുന്ന സ്ഥലത്തെ മുഴുവനായി നശിപ്പിക്കണമെന്ന് താൻ ആരോടും ആശയവിനിമയം ചെയ്തിട്ടില്ല. എന്റെ കാലം അന്നത്തെ കാലത്തെ ബുദ്ധിമാന്മാരായിരിക്കുന്ന രാജാക്കന്മാർ രഹസ്യം സൂക്ഷിക്കുകയുള്ളൂ, പുറത്തു വിടത്തില്ല. പുറത്തു വിട്ടാൽ അത് പുറത്തേക്ക് പോകും. അവസാന സമയത്താണ് അതിന്റെ നിർണായകമായ ഘട്ടത്തിൽ മാത്രമേ അത് അറിയത്തുള്ളൂ, പട്ടാളക്കാർ വരെ അത് അറിയുന്നത്. പക്ഷെ ഇവിടെ ബുദ്ധിപരമായി രാജാവ് ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവോടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 36-ാം സങ്കീർത്തനം. ഇതുകൊണ്ടാണ് പറയുന്നത്, 36-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കണ്ടോ, ദുഷ്ടന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. അടുത്തത്, കുറച്ചുകൂടി ലളിതമായ ഭാഷാ പ്രയോഗം, ഭാഷാ ശ്രദ്ധയുള്ള വാക്ക് ആധുനിക പരിഭാഷയിലുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ദുഷ്ടന്റെ ഹൃദയാന്തര ഭാഗത്ത് പാപം നിറഞ്ഞിരിക്കുന്നു, ദൈവഭക്തിയെ കുറിച്ച് അവൻ ആലോചിക്കുന്നതേയില്ല. അതാണ് യഥാർത്ഥ പരിഭാഷയിലേക്ക് വരേണ്ടത്. ദുഷ്ടന്റെ ഹൃദയാന്തര ഭാഗത്ത് പാപം നിറഞ്ഞിരിക്കുന്നു, ദൈവഭക്തിയെ കുറിച്ച് അവൻ ആലോചിക്കുന്നതേയില്ല. 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. തന്റെ പാപം കണ്ടുപിടിക്കപ്പെടുകയോ അങ്ങനെ താൻ വെറുക്കപ്പെടുകയോ ഇല്ലെന്നാണ് അവന്റെ മേനി പറച്ചിൽ. അപ്പൊ ശൗൽ അക്ഷരാർത്ഥത്തിൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദാവീദിന് കെയിലക്കാരായ ആളുകൾ അഭയം കൊടുത്തത് കൊണ്ട് പ്രദേശം മുഴുവൻ നശിപ്പിച്ചു കളയുക, ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു കൊടും പാപമാണ്, കൊടും ചതിയാണ്. ദാവീദ് പറയുകയാണ്, ഇതാരും അറിയില്ലെന്നോ, ഇത് കണ്ടുപിടിക്കുകയില്ലെന്നോ, ഇത് നിമിത്തം താൻ വെറുക്കപ്പെടുകയില്ലെന്നോ, മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്റെ രാജസ്ഥാനം ഒന്നുകൂടി ഉറച്ച് തനിക്ക് കുറച്ചുകൂടെ ബഹുമാന ആദരവുകൾ കിട്ടുമെന്നാണ് ശൗൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ അത് തെറ്റായിരുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഇതാണ് ഞാൻ ചരിത്രപരമായ ഭാഗം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നമുക്കുള്ള മെസ്സേജ് അതല്ല, എന്നാൽ നമുക്കുള്ളൊരു സന്ദേശം ഈ സങ്കീർത്തനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകി തരുന്നത് അതിന്റെ 8-ാമത്തെ വാക്യമാണ്. 36-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം. നിന്റെ ആലയത്തിലെ പുഷ്ടിയവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പൊ കെയില എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശൗലിന്റെ ചതി വെളിപ്പെടുത്തി കൊടുക്കുകയും
ആ ചതിയെ പ്രതിരോധിക്കാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ക്രമീകരിച്ചു വരുമ്പോൾ ദൈവാലയത്തെ കുറിച്ചുള്ള ഊഷ്മളമായ ദർശനം തന്റെ ഉള്ളിലേക്ക് വന്നു. എവിടെ വെച്ച്? മരുഭൂമിയുടെ സാഹചര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന, അതിനോടനുബന്ധമായി നിലനിൽക്കുന്ന കെയില എന്ന് പറഞ്ഞ പ്രദേശത്ത് താൻ ഒറ്റപ്പെട്ട് തീർത്തും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കടന്നു വന്ന ദർശനം ഏതാണെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ ആലയത്തിൽ കടന്നു ചെന്ന ദൈവസാന്നിധ്യം അനുഭവിച്ചതാണ്. ഇന്ന് പോലെ പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ട് കഴിയും. ഒറ്റപ്പെടലിന്റെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും അവഗണനകളുടെയും ക്ഷീണങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ നിറവ് ആത്മാവിൽ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. കെയിലയിൽ വെച്ച് താൻ ആലയ ചിന്താഗതി ഉള്ളവനായി തീരുന്നു. ആലയ ചിന്താഗതി, ആലയത്തെ കുറിച്ചുള്ള ചിന്താഗതിയിലൂടെ താൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ ആലയത്തിൽ എന്തുണ്ട്? പുഷ്ടിയുണ്ട്. നിന്റെ ആലയത്തിൽ പുഷ്ടിയുണ്ട്. നിന്റെ ആലയത്തിലെ പുഷ്ടി അവര് അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? ആലയത്തിൽ ചെല്ലുന്നവർ ആലയത്തിലെ പുഷ്ടി അനുഭവിക്കുന്നു. 36:6 പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പുതിയ ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്ന 8ാമത്തെ വാക്യം കൂടെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. അവിടുത്തെ ആലയത്തിലെ സമൃദ്ധി കൊണ്ട് അവർ തൃപ്തിയടയുന്നു. ഒരേ ആശയം തന്നെയാണെങ്കിലും കുറച്ചുകൂടെ ആശയ സമ്പുഷ്ടമായിരിക്കുന്ന ആശയം ആധുനിക പരിഭാഷയിലാണ്. ആലയത്തിൽ എന്തുണ്ട്? സമൃദ്ധിയുണ്ട്. അവിടുത്തെ ആലയത്തിലെ സമൃദ്ധി കൊണ്ട് അവർ തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദ നദിയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ആലയത്തിലെ പുഷ്ടി അല്ലെങ്കിൽ ആലയത്തിലെ സമൃദ്ധി എന്ന് പറയുന്നത്? ആലയത്തിലെ പുഷ്ടി എന്താണ്? ആലയത്തിലെ സമൃദ്ധി എന്താണ്? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളത് വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അതിപ്രധാനമായിരിക്കുന്ന ഒരു ആശയം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. പഴയ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ആലയത്തിൽ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവർ എന്തിനാണ് ആലയത്തിലേക്ക് പോകുന്നത്? എന്ത് അനുഭവിക്കാനാണ് അവർ ആലയത്തിലേക്ക് പോകുന്നത്? എന്ത് കാണാനാണ് അവർ ആലയത്തിലേക്ക് പോകുന്നത്? ഈ സങ്കീർത്തനക്കാരൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് താൻ ആഗ്രഹിക്കുന്നത്? ആലയത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ താൻ ആഗ്രഹിക്കുക, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു ചിന്ത എന്റെ ഹൃദയത്തിലില്ല. ആ ഒന്ന് എന്താ? എനിക്ക് എന്റെ യഹോവയുടെ മനോഹരത്വം കാണണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? ഇന്ന് പകൽ എന്തിനായി ആരാധനാലയത്തിൽ വന്നിരിക്കുന്നത്? എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ച് പേർചൊല്ലി വിളിച്ച് നമ്മുടെ ശരീരത്തെ തന്റെ ആലയമാക്കി ദൈവം രൂപാന്തരപ്പെടുത്തി തന്റെ പ്രിയ മക്കളാക്കി ഓരോ ദിവസവും സൗഭാഗ്യകരമായി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഓരോ ദൈവമക്കളും അനുഭവിക്കേണ്ട പുഷ്ടി എന്ന് പറയുന്നത്, സംതൃപ്തി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ പുഷ്ടിയാണ്, ദൈവ സാന്നിധ്യത്തിന്റെ സംതൃപ്തിയാണ്. ഇന്ന് പകൽ ദൈവാലയത്തിൽ വന്നിരിക്കുന്ന, ആരാധനാലയത്തിൽ വന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കളും ഈ ഗാന ശുശ്രൂഷയിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ, ദൈവവചന സന്ദേശത്തിലൂടെ, തിരുമേശയിലെ ശുശ്രൂഷയിലൂടെ അനുഭവിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധിയാണ്. ആ ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധിയും ദൈവ സാന്നിധ്യത്തിന്റെ പുഷ്ടിയും ദൈവ സാന്നിധ്യത്തിന്റെ നിറവും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഒരു വലിയ മാറ്റമാണ്. ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിശാലമായ ആശയത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഒരുപാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിൽ ഒരുപക്ഷെ ആലയമല്ല എങ്കിലും ആലയ പ്രതീതി ഉളവാക്കുന്ന ഒരു സാഹചര്യം തന്റെ മനസ്സുകൊണ്ട് യോഹന്നാൻ രൂപപ്പെടുത്തിയെടുത്തു. അതിന്റെ കാലം മുൻ ഞായറാഴ്ച ആരാധനാലയത്തിൽ താൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഈജിയൻ കടലിലെ പത്മോസ് ദ്വീപില് ആലയമില്ലല്ലോ, ദൈവ സാന്നിധ്യം ഇല്ലല്ലോ എന്നല്ല താൻ അവിടെ വിചാരിക്കുന്നത്. താൻ ഒരു കാര്യം മനസ്സിലായി, ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് തന്റെ മേൽ കടന്നു വന്ന് ദൈവാത്മാവ് ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗീയ ദർശനം കൊണ്ട് നിറഞ്ഞ ഒരു യോഹന്നാനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്.
ഇന്ന് ഈ ആരാധനാലയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർക്കുക, ആരാധനയിലൂടെ ആരാധനാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പുഷ്ടിയും ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധിയും നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ, നാം അനുഭവിച്ചറിയുമ്പോൾ സ്വർഗീയ ദർശനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് കാണേണ്ടത് ആ സ്വർഗീയ ദർശനമാണ്. നമ്മുടെ തേജോമയനായിരിക്കുന്ന കർത്താവിനെ ഒന്നുകൂടെ കാണുവാനായി, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച മശിഹായെ ഒന്നുകൂടെ കാണുവാനായി, ആ ശോഭയേറിയ മുഖം ഒന്നുകൂടെ കാണുവാനായി, നമുക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ശക്തിയുള്ള കരങ്ങളെ ആത്മാവിൽ ഒന്നുകൂടെ കാണുവാനായി ദൈവത്തിന്റെ സ്തോത്രം. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ, ഏതേത് കാര്യങ്ങളുടെ മേലാണ് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഉണർന്നു വരേണ്ടത്? ഭാവയുടെ ഭുജം വീര്യം പ്രവർത്തിക്കേണ്ടതാണ്, ഭാവയുടെ ഭുജം ഉയർന്നിരിക്കുന്നതാണ്, ഭാവയുടെ ഭുജം നമുക്ക് എതിരായി നിൽക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കുന്നതാണ്. ആത്മനിറവ് പ്രാപിച്ച, കൃപ പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച ദൈവമക്കള് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ട സമൃദ്ധി, എനിക്ക് അനുഭവിക്കേണ്ട പുഷ്ടി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ പുഷ്ടിയാണ്. ആ ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധി ആത്മാവിൽ ഞാൻ അനുഭവിക്കുമ്പോൾ സ്വർഗീയ ദർശനങ്ങൾ എനിക്ക് നിറയപ്പെടാനായി തീരും. ഞാൻ കാണുന്ന സ്വർഗീയ ദർശനം ആത്മാവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വർഗീയ ദർശനമാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വലിയവനാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ ദൈവത്തിന്റെ കൃപകൾ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. എന്റെ ദൈവത്തിന്റെ ബലം എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുമെന്ന് ആത്മാവിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. രണ്ടാമതൊരാശയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പഴയ ആലയങ്ങളെ കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആലയത്തിൽ പുഷ്ടിയായ ആഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദും തന്റെ കൂടെയുള്ള ആളുകളും ഇങ്ങനെ മരുഭൂമിയാത്രയിൽ ഒരു പ്രാവശ്യം വെച്ചത് പെട്ടെന്ന് ഒരു ആലയത്തിലേക്ക് കൂടി അത് ചികരിച്ചെന്ന ഉടനെ അത് ചരിത്രം പറയാതെ ദൈവമക്കൾക്ക് അറിയാം. അവിടെ പുരോഹിതനോട് ചോദിച്ച് കഴിക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ള ആഹാരം കൂടെയുണ്ട്, അത് കുറെ ഒന്ന് കഴിക്കാനായിട്ട് കൊടുക്കുന്നു. പറഞ്ഞാൽ ആലയത്തിൽ എന്താണെന്നറിയാമോ? പുഷ്ടിയുള്ള സമൃദ്ധിയായ ആഹാരമുണ്ടെന്ന കാലത്ത്. പുതിയ വീക്ഷണത്തിൽ ഓർക്കുക, എന്താണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആലയത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന ആഹാരമുണ്ട്. സഹോദരം സഹോദരി, ഇപ്പൊ നിങ്ങൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ വചനമാകുന്ന അപ്പത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ വിശപ്പെടുക്കുന്നതാണ് ഈ ആഹാരം എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, ഹല്ലേലൂയ, ദൈവവചനമാകുന്ന ആഹാരം കഴിക്കുന്നവന് പിന്നെ ഒരിക്കലും വിശക്കത്തില്ല. ഈ ലോകത്തിലെ ആഹാരം കഴിക്കുന്നവന് വീണ്ടും 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 ആ വിശപ്പ് വരുമ്പോൾ ദൈവവചനമാകുന്ന അപ്പം ഭക്ഷിക്കുന്നവൻ ഏതേത് വിഷയത്തിന്റെ മേലാണോ ആ വിശപ്പ് മാറിയിട്ട് എന്നും ഒരു സംതൃപ്തിയിൽ മുന്നോട്ട് പോകും. എല്ലാ കൂട്ടായ്മയിലും എല്ലാ ആരാധനയിലും ദൈവവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ വഴിനടത്തി നമ്മളെ ആത്മീയമായി നമ്മെ ശക്തീകരിച്ച് ആത്മീയമായി നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പും മാറ്റി ആത്മാവിൽ നമ്മെ ചൈതന്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ആരാധനാലയത്തിൽ വചനത്തിന്റെ ഒരു സമൃദ്ധിയുണ്ട്, ആരാധനാലയത്തിൽ വചനത്തിന്റെ ഒരു നിറവുണ്ട്, ആരാധനാലയത്തിൽ വചനത്തിന്റെ ഒരു പുഷ്ടിയുണ്ട്. പക്ഷെ ആരാധനാലയത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ വചനം ആത്മാവിൽ ഭക്ഷിച്ച് ആത്മാവിന്റെ പുഷ്ടിയോടെ കടന്നു പോകുന്നതിനായി തീരണം. ലോകത്തിലെ വെല്ലുവിളികൾ വരുമ്പോഴും സമ്മർദ്ദങ്ങൾ കടന്നു വരുമ്പോഴും പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും എല്ലാം അതിനെ തരണം ചെയ്ത് ആത്മീയമായി ബലത്തോടെ നമുക്ക് നിൽപ്പാനായിട്ട് കഴിയുന്നത് ആലയത്തിൽ നമുക്ക് കിട്ടുന്ന വചനമാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭകാലം ഏകദേശം 50 വർഷം മുമ്പ്. ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം പരിമിതമായ സാഹചര്യങ്ങൾ. ദീർഘവർഷത്തെ വിശ്വാസ ജീവിതം നയിച്ചിട്ടുള്ളവരെയുള്ള ദൈവമക്കൾക്ക് അറിയാം, ഏറിയ പ്രതീക്ഷയോടുകൂടി ആലയത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവിടെയുള്ള ഗാന ശുശ്രൂഷയിലൂടെയൊക്കെ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അന്നത്തെ കാത്തിരിപ്പ് യോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നും ഓർക്കുമ്പോൾ കണ്ണു നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുന്നു. കൃപകളും കൃപാവരങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും അതിലൂടെ പ്രാപിക്കുകയാണ്. മണിക്കൂറുകളാണ് പോകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദൂതന്മാർക്ക് തുല്യരായി നിൽക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വചനങ്ങൾ ഒരു പാസ്റ്ററുടെ വചനം എന്നതിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവ് വാരി വിതറിത്തരുന്ന ആത്മീയ മുത്തുകളായിട്ട് ഏറ്റെടുക്കുകയാണ്.
അവയ്ക്കാണ് ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽപ്പാനിടയായി തീരുന്നത്. അതുകൊണ്ട് ഓരോ ദൈവമക്കളും ഓർക്കുക, ഇന്നത്തെ കാലത്ത് എത്രമാത്രം അതിന്റെ പ്രാധാന്യതയിൽ ദൈവസന്നിധിയിൽ വരുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ ദൈവമക്കളും ഓർക്കുക, നമുക്ക് സമയം കളയാനുള്ള ഒരു ഇടമല്ല ആരാധനാലയം എന്ന് പറയുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ഇടമാണ് ആരാധനാലയം എന്ന് പറയുന്നത്. ഓരോ ആരാധനയും ഉത്സവപ്രീതിയോടുകൂടെ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് ആ സഹോദരക്കാരൻ പറയുന്നത്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായി സ്വരത്തോടുകൂടെ സമൂഹത്തെ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതാർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുകയാണ്. പ്രാപിച്ച ദൈവമക്കള്, അഭിഷേകം പ്രാപിച്ച ദൈവമക്കള്, ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കള്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കള്, എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുക, ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവോദന ശുശ്രൂഷ നമ്മുടെ അകത്തെ മനുഷ്യനെ ഒന്നുകൂടെ ശക്തീകരിക്കട്ടെ. ആത്മാവിൽ ഒന്നുകൂടെ നമുക്ക് ബലപ്പെടാനായിട്ടിടയായി തീരണം. രണ്ട് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധിയും പുഷ്ടിയും ആലയത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ദൈവ വചനമാകുന്ന ആധാരത്തിന്റെ സമൃദ്ധിയും പുഷ്ടിയും ആലയത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറന്ന് കർത്താവിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകുവാൻ പ്രചോദനമാണ്. നമുക്ക് എല്ലാവർക്കും അതിനെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.